ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴത്തോരു മുമ്പേയുടെ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് കേട്ടോ ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും വീട്ടിൽ നിന്ന് അലീന പറഞ്ഞതിലും ഒരു ദിവസം മുമ്പേ തിരിച്ചെത്തുകയാണ് കേട്ടോ. വന്ന പാടെ ബബിതയുടെ കള്ളത്തരം പൊളിക്കുന്നുണ്ട് അലീന. നോവലിൽ അമൽ എന്ന ക്യാരക്ടറിൻ്റെ പേര് കിഷോർ എന്നാണ് കേട്ടോ. ബബിതയേക്കാൾ 7-8 വയസ്സിന് മൂപ്പുള്ള ആളാണ് കിഷോർ. അലീന ചീത്ത പറഞ്ഞോടുകൂടി കിഷോർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതോടുകൂടി ബബിതയ്ക്ക് അലീനയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തിൻ്റെ പുറത്താണ് കേട്ടോ ബബിത അലീനയുടെ വസ്ത്രങ്ങളെല്ലാം കീറി വെക്കുന്നത്. അതിൽ ഹാഫ് സാരിയും ചുരിദാറും ഇന്നേഴ്സും ഒക്കെ കീറി വെക്കുന്നുണ്ട് ബബിത. വൈകിട്ട് ബാലേന്ദ്രൻ വരുമ്പോൾ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകണമെന്നൊരാഗ്രഹം പറയുന്നുണ്ട് കേട്ടോ അലീന. അങ്ങനെയാണെങ്കിൽ കൃഷ്ണമോളെയും കൂട്ടിക്കോളാൻ ബാലേന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനും കൃഷ്ണമോളും കുളിച്ച് റെഡിയായി സിറ്റ് ഔട്ടിൽ നിൽക്കുകയാണ് കേട്ടോ പോവാനായിട്ട്. അപ്പോഴും അലീന എത്തിയിട്ടില്ല. അങ്ങനെ ബാലേന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, നീ പോയി അലീനയെ വിളിച്ചിട്ട് വാ, നേരെ എത്രയായില്ലേ, നമുക്ക് പോണ്ടേ. അങ്ങനെ കൃഷ്ണമോൾ അലീനയെ വിളിക്കാൻ പോയി. വേഗം തന്നെ കൃഷ്ണമോൾ തിരിച്ചു വന്നു. എന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ, ചേച്ചിക്ക് മാറി കൊടുക്കാൻ ഡ്രസ്സില്ല. ഇത് കേട്ടതും ബാലേന്ദ്രൻ ഒന്ന് ഞെട്ടിയിട്ടോ. ഡ്രസ്സില്ലെന്നോ? അവളുടെ ഡ്രസ്സൊക്കെ എവിടെ പോയി? അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതൊക്കെ ആരോ കീറി മുറിച്ചിട്ടിരിക്കുന്നു, അച്ഛൻ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ കൃഷ്ണമോള് ബാലേന്ദ്രനെയും കൂട്ടി അലീനയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. അലീനയാണെങ്കിൽ കരഞ്ഞ് ഒരു സൈഡിൽ നിൽക്കുകയായിരിക്കും കേട്ടോ മുറിയുടെ. ബാലേന്ദ്രൻ വന്ന് നോക്കുമ്പോൾ ഡ്രസ്സെല്ലാം കീറി പറിച്ച് വെച്ചിട്ടുണ്ട്. കൃഷ്ണമോള് ഓരോന്നോരോന്നായി അച്ഛനടുത്ത് കാണിക്കുന്നുണ്ട്. ആരാ ഇത് ചെയ്തത്? ബാലേന്ദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ണു തുടച്ച് അലീന പറയുന്നുണ്ട്, അറിയില്ല അച്ഛാ, എല്ലാ വസ്ത്രങ്ങളും തലങ്ങും വിലങ്ങും വെട്ടിയിരിക്കുക. ഇനി ഇതാർക്കും കൊടുക്കാനും സാധിക്കില്ലല്ലോ. അലീനയ്ക്ക് അതായിരുന്നു സങ്കടം. മുൻപ് സ്നേഹനികേതനത്തിലായിരുന്ന സമയത്ത് അവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടി അലീനയും രേവതിക്കുട്ടിയാണ് ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി വസ്ത്രങ്ങൾ ശേഖരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വസ്ത്രത്തിൻ്റെ വില എന്താണെന്ന് അലീനയ്ക്ക് നന്നായിട്ടറിയാം. അല്പം നിറം മങ്ങിയതോ തുന്നൽ വിട്ടതോ ആയ ഡ്രസ്സുകൾ പോലും അവരുപയോഗിക്കാറുണ്ട്. ഇതെല്ലാം തലങ്ങും വിലങ്ങും വെട്ടിയതുകൊണ്ട് തന്നെ ആർക്കും ഉപയോഗമില്ലാതെ പോയല്ലോ എന്നുള്ള സങ്കടമാണ് അലീനയ്ക്ക്. ബാലേന്ദ്രൻ വീണ്ടും ചോദിച്ചു, ഇതാരായി വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ കീറി വെച്ചിരിക്കുന്നത്? തൻ്റെ മക്കളിൽ ആരെങ്കിലും ആണെന്ന് ബാലേന്ദ്രന് ഉറപ്പായിരുന്നു. അങ്ങനെ ബബിതയും രോഹിത്തിനെയും മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ. പ്രതികരണമൊന്നുമില്ലാത്തതുകൊണ്ട് ബാലേന്ദ്രൻ കൃഷ്ണമോളെ വിട്ടു രണ്ടാളെയും വിളിക്കാനായിട്ട്. ദേഷ്യം കൊണ്ട് ബാലേന്ദ്രൻ്റെ കണ്ണ് ചുവക്കുന്നത് കണ്ട് അലീനയ്ക്ക് പേടിയായി. അലീന വേഗം തന്നെ ബാലേന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ദേഷ്യപ്പെടല്ലേ, ആരോടും ദേഷ്യപ്പെടല്ലേ. ബബിതയാണ് ഇത് ചെയ്തു വെച്ചതെന്ന് അലീനയ്ക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ബാലേന്ദ്രൻ്റെ ഇപ്പോഴത്തെ ദേഷ്യം വെച്ച് ബബിതയ്ക്ക് ഇന്നൊരടി കിട്ടുമെന്ന കാര്യത്തിൽ അലീനയ്ക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അലീന പറയുന്നുണ്ടായിരുന്നു, അച്ഛാ പ്ലീസ്, ആരോടും വഴക്കുണ്ടാക്കല്ലേ, നമുക്കെല്ലാം സമാധാനത്തോടെ പരിഹരിക്കാം. അപ്പോഴേക്കും കൃഷ്ണമോള് രോഹിത്തിനെയും ബബിതയെയും അങ്ങോട്ട് കൊണ്ടുവന്നു. അവരെ കണ്ടതും ബാലേന്ദ്രൻ ഈ വസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് രോഹിത്തിനോടും ബബിതയോടുമായിട്ട് ചോദിച്ചു, ആരാ ഇത് ചെയ്തത്? നിങ്ങൾ രണ്ടുപേരിൽ ഒരാളാണെന്ന് എനിക്കറിയാം. ബബിതയും രോഹിത്തും ആണെങ്കിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്നും മിണ്ടാതെ നിന്നു. അങ്ങനെ ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ നേർക്ക് നീങ്ങി. നീയാണോടാ ഇത് ചെയ്തത്? ഇത് കേട്ടതും ഒരു നിഷേധ രൂപത്തിൽ രോഹിത്ത് പറഞ്ഞു, ഞാനൊന്നുമല്ല. പിന്നെ ബാലേന്ദ്രൻ നീങ്ങിയത് ബബിതയുടെ അടുത്തേക്കാണ്. ബബിതയോടും ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു, നീയാണോടി ഇത് ചെയ്തത്? അന്നേരം അലീനയെ ഒരു കൂർത്ത നോട്ടം നോക്കി അഹങ്കാരത്തോടു കൂടി തന്നെ നമ്മുടെ ബബിത പറഞ്ഞു, അതെ, ഞാൻ തന്നെയാ. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? അതിന് ബബിതയ്ക്ക് മറുപടിയില്ല. ബാലേന്ദ്രൻ വീണ്ടും ചോദിച്ചു, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന്? അപ്പോൾ ദേഷ്യത്തോടെ നമ്മുടെ ബബിത പറഞ്ഞു, എനിക്കിവൾ ഈ വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ല. ഇവളെ ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അതിന് കഴിയാത്തോണ്ടാണ് ഈ ഡ്രസ്സിൽ ഒതുക്കിയത്. ഒരു കൂസലും ഇല്ലാതെയാണ് ബബിത ഈ മറുപടി പറഞ്ഞത്. ബാലേന്ദ്രൻ വീണ്ടും ചോദിച്ചു, ഇങ്ങനെ ചെയ്യാൻ മാത്രം അലീന നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അപ്പോൾ ബബിത പറഞ്ഞു, എനിക്കിവളെ ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ലാത്തൊരുത്തിയെ അച്ഛൻ എന്തിനാ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? അച്ഛന് അച്ഛൻ്റെ മോളായ ഞാനാണോ അതോ ഈ വേലക്കാരിയാണോ വലുത്? എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും ഇവളെ ഇഷ്ടമല്ല, രോഹിയേട്ടനും ഇഷ്ടമല്ല. ഞങ്ങൾക്കാർക്കും ഇവളെ വേണ്ട. പിന്നെ ആർക്കാ വേണ്ടത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് വേണം ഇവളെ. ഇത് കേട്ടതും
ബബിത പറയുന്നുണ്ട്. കൊള്ളാം, ഇനി ചെറിയമ്മേന്ന് വിളിക്കേണ്ടി വരുമോ ഞങ്ങളിവളെ? ഇത് പറഞ്ഞതും ബാലേന്ദ്രൻ ബബിതയുടെ ചെകിടത്തൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നോവലിൽ ബബിതയും രോഹിത്തും വൈജയന്തിയും ഒന്നും അറിയുന്നില്ല കേട്ടോ അലീന ബാലേന്ദ്രൻ്റെ മകളാണെന്ന് പറഞ്ഞ കഥ. അത് ശിവശങ്കര മേനോനും രാജീവ് മേനോനും ഗംഗാധര മേനോനും മനുവും മാത്രമേ കേൾക്കുന്നുള്ളൂ. അവരാണെങ്കിൽ അത് വൈജയന്തിയോ മറ്റാരെയോ അറിയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രനും അലീനയും തമ്മിലുള്ള ബന്ധത്തെ ബാക്കിയുള്ളവരൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ബബിതയുടെ ചെകിടത്തൊന്ന് പൊട്ടിച്ചിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വായടക്കടി വൃത്തികെട്ടവളെ. ഇത് കണ്ട് രോഹിത്തും കൃഷ്ണജിയൊക്കെ ഞെട്ടുന്നുണ്ട്. ബബിതയാണെങ്കിൽ അടി കിട്ടിയ വേദനയിൽ ദേഷ്യത്തോടെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, എന്താ ഒരെണ്ണത്തിൽ നിർത്തിയേ? അച്ഛൻ തല്ലിക്കോ, വീണ്ടും വീണ്ടും തല്ലിക്കോ, എന്നാലും ഞാൻ ഇത് തന്നെ പറയും. അത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്നെ കൊല്ലേണ്ടി വരും. ഇത് കേട്ടതും കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോകുന്നുണ്ട്. ബാലേന്ദ്രൻ പോയി കഴിഞ്ഞപ്പോൾ ബബിത നേരെ അലീനയുടെ നേർക്കാണ് കേട്ടോ വരുന്നത്. അച്ഛനെയും മക്കളെയും ശത്രുക്കളായപ്പോൾ നിനക്ക് സമാധാനമായല്ലോ, ഇനിയെല്ലാം ഒറ്റയ്ക്ക് വെട്ടിപ്പിടിക്കാലോ. അങ്ങനെ പറഞ്ഞ് ബബിത മുറി വിട്ട് പോകുന്നുണ്ട്. ബബിതയുടെ പിന്നാലെ രോഹിത്തും പോകുന്നുണ്ട്. കൃഷ്ണജി ആണെങ്കിൽ ആ കീറിയ വസ്ത്രങ്ങളും അലീനയും മാറി മാറി നോക്കി സങ്കടപ്പെടുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ കണ്ണീരടക്കാൻ സാധിച്ചില്ല. അവളിങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ അവിടെ ഇരുന്ന്. കുറച്ചു നേരം കഴിയുമ്പോൾ ബാലേന്ദ്രൻ വീണ്ടും വന്ന് വിളിക്കുന്നുണ്ട് അലീനയെ. അലീന, നീ മുഖം കഴുകിയിട്ട് വാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ അച്ഛാ? അത് ഞാൻ പറയാം, ആദ്യം നീ റെഡിയായി വാ. അങ്ങനെ അലീനയും കൂട്ടി ബാലേന്ദ്രൻ പുറത്തേക്ക് പോകുന്നുണ്ട്. പോകാൻ നേരം കൃഷ്ണമോളോട് പറയുന്നുണ്ട്, അമ്മയുടെ അടുത്തേക്ക് നമുക്ക് നാളെ പോവാം. ശരിയെന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട്. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട. ബബിത പറഞ്ഞതും പ്രവർത്തിച്ചതെല്ലാം അവളുടെ അറിയില്ലായ്മയെ കണ്ടാൽ മതി. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ അച്ഛാ. പക്ഷെ അച്ഛൻ ചെയ്തതോ? അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു? അവൾ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും പിന്നെ അടിക്കല്ലാതെ വേറെ എന്താ വഴി? അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ അവളെ അടിച്ചതുകൊണ്ട് അവളുടെ ദേഷ്യം മാറിയോ? അച്ഛൻ്റെ ദേഷ്യം മാറിയോ? ഇല്ലല്ലോ. അതിന് പകരം സ്നേഹത്തോടെ വിളിച്ചു വരുത്തി അവളോട് ചോദിച്ചിരുന്നെങ്കിൽ അവളിങ്ങനെ അച്ഛൻ്റെ മുമ്പിൽ വെല്ലുവിളിക്കുമായിരുന്നോ? മോളെ, അച്ഛൻ എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല. അച്ഛന് മക്കളെക്കുറിച്ച് നല്ല അഭിമാനമായിരുന്നു. പക്ഷേ നീ ഇതൊന്ന് തെറ്റിച്ചു. അച്ഛൻ ഇങ്ങനെ അവളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ തോന്നിയേനെ. ഇതിപ്പോൾ അവളുടെ ദേഷ്യം കൂടുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അച്ഛൻ അവളെ കൈകൊണ്ടടിച്ചപ്പോൾ അവൾ വാക്കുകൾ കൊണ്ട് അച്ഛനെ തിരിച്ചടിച്ചു. ഇവിടെ അച്ഛനല്ലേ തോറ്റുപോയത്. ഇത് കേട്ടതും ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതിരുന്നു. അച്ഛൻ അവളെ വിളിച്ചു വരുത്തി അടുത്തിരുത്തി സംസാരിക്കണം, സൗമ്യത്തോടെ. അവളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചറിയണം. അച്ഛനിപ്പോൾ എന്നോട് സംസാരിക്കുന്നില്ലേ, അതുപോലെ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിന്നോട് സംസാരിക്കാൻ എളുപ്പമാണ്. നീ ഒന്നും ഒളിച്ചു വെക്കില്ല, എല്ലാം തുറന്നു പറയും. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെന്തുകൊണ്ടാ? എനിക്ക് അച്ഛന് അത്രയും വിശ്വാസമുള്ളത് കൊണ്ടല്ലേ. അങ്ങനെ ഒരു വിശ്വാസം ബബിതയിൽ ഉണ്ടാക്കിയെടുത്ത അവളും അച്ഛനോട് എല്ലാം തുറന്നു പറയില്ലേ? എന്ത് സങ്കടം വന്നാലും അച്ഛൻ കൂടെ ഉണ്ടാവുന്നുള്ളൊരു വിശ്വാസം അവളിൽ ഉണ്ടാവണ്ടേ? അച്ഛൻ്റെ മോളല്ലേ അവൾ. അച്ഛൻ്റെ അടുത്തുനിന്ന് എപ്പോഴും വഴക്കും ശിക്ഷയും മാത്രമാണ് കിട്ടുന്നതെങ്കിൽ അവൾ ആശ്വാസം തേടി മറ്റെവിടെയെങ്കിലും പോവും. ബാലേന്ദ്രനാണെങ്കിൽ ഇതിനൊന്നും മറുപടി ഇല്ലാതെ ഇരിക്കുകയാണ് കേട്ടോ. അച്ഛൻ ഇന്ന് രാത്രി തന്നെ അവളോട് സംസാരിക്കണം, അതും സ്നേഹത്തോടെ. അത് അവൾക്ക് മാത്രമല്ല, അച്ഛനും ഒരു ആശ്വാസമാവും. ഒരു ദിവസം കൊണ്ട് അവളെ മാറ്റിമറിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അച്ഛന് അവളോട് സ്നേഹവും വാത്സല്യവും ഉണ്ടെന്ന് അവളെ ബോധ്യപ്പെടുത്തണം, അത്രമാത്രം. പക്ഷെ മോളെ, അവൾ ഈ അച്ഛനെ മനസ്സിലാക്കണ്ടേ? അച്ഛൻ്റെ വിഷമം മനസ്സിലാക്കണ്ടേ? അപ്പം അലീന പറഞ്ഞു, മക്കൾ മാതാപിതാക്കളെയല്ല, മാതാപിതാക്കൾ മക്കളെയാണ് മനസ്സിലാക്കേണ്ടത്. അവർ പിന്നീട് അച്ഛനും അമ്മയാവുമ്പോൾ ആ വിഷമം അവർ തനിയെ അറിഞ്ഞോളും. അപ്പോഴേക്കും ടൗൺ എത്തിയിട്ടോ. അലീനയ്ക്ക് അറിയാമായിരുന്നു ബാലേന്ദ്രൻ എന്തിനാണ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന്. അലീന വിചാരിച്ച പോലെ തന്നെ ടെക്സ്റ്റൈൽസിലോട്ടാണ് കേട്ടോ ബാലേന്ദ്രൻ കൂട്ടിക്കൊണ്ടു പോയത്. ബാലേന്ദ്രൻ്റെ സ്വന്തം ടെക്സ്റ്റൈൽസ് ആണ് കേട്ടോ. അവിടെ എത്തിയതും സെയിൽസ് മാനേജറോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കുറച്ച് ഡ്രസ്സ് വേണം ഈ കുട്ടിക്ക്, നല്ലതേ എടുക്കാവൂ, വിലയൊന്നും നോക്കണ്ട. അപ്പോൾ സെയിൽസ്മാൻ വന്ന് ചോദിച്ചു, എത്ര എണ്ണം എടുക്കണം സാർ? അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു 10-15 എടുത്തോ. അത് കേട്ടതും സെയിൽസ്മാൻമാർ ഓരോന്നോരോന്നായി ടേബിളിലേക്ക് വയ്ക്കാൻ തുടങ്ങി. അതിൽ തന്നെ 8-10 എണ്ണം ബാലേന്ദ്രൻ തന്നെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. അപ്പോഴേക്ക് അലീന അച്ഛനെ തോണ്ടി വിളിക്കാൻ തുടങ്ങി. എന്തിനാ അച്ഛാ എത്ര എണ്ണം? എനിക്ക് 2 എണ്ണം മതി. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, 2 എണ്ണോ? അതുകൊണ്ട് എന്താവാനാ, നിനക്ക് മാറി മാറി ഉടുക്കണ്ടേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ
ആ നഷ്ടപ്പെട്ടു പോയ ഡ്രസ്സുകളുടെ പൈസ എൻ്റെ കയ്യിൽ തന്നാൽ മതി. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തിനാ, ഏതെങ്കിലും ഓർഫനേജ് കൊണ്ട് കൊടുക്കാനല്ലേ? അപ്പോൾ ഒരു ചിരി ചിരിച്ച് നമ്മുടെ അലീന പറയുന്നുണ്ട്, എനിക്ക് അത്രയും മതി അച്ഛാ, 2 എണ്ണം എന്ന് പറഞ്ഞാൽ 2 എണ്ണം തന്നെ മതി, അതിൽ കൂടുതൽ ഞാൻ എടുക്കില്ല. ഇത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു, എന്നാ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ബാലേന്ദ്രന് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. എന്നാലും അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. തിരിച്ചു പോകുന്ന വഴി ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം അത് കണ്ടതും നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛനൊന്നും മിണ്ടാത്തേ, എന്നോട് ദേഷ്യ? അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എത്രയൊക്കെ എടുത്തിടാൻ സെയിൽസ്മാനോട് പറഞ്ഞിട്ടും നീ അതിൽ നിന്ന് 2 എണ്ണം മാത്രമല്ലേ എടുത്തുള്ളൂ. അപ്പം അലീന പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് അച്ഛന് മനസ്സിലായോ? അച്ഛൻ എന്നെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി അച്ഛൻ ടെക്സ്റ്റൈൽസിലോട്ടാണ് വരുന്നതെന്ന്. എനിക്ക് നഷ്ടപ്പെട്ട ഡ്രസ്സിന് പകരമായിട്ട് ഒരു ലോഡ് ഡ്രസ്സ് വാങ്ങിത്തരാനാണ് അച്ഛൻ്റെ ഉദ്ദേശമെന്നും എനിക്ക് മനസ്സിലായി. ബബിതയ്ക്കും രോഹിത്തിനുമൊക്കെ അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു ബണ്ടിൽ ഡ്രസ്സുമായിട്ട് അങ്ങോട്ട് കയറി ചെന്നാൽ അവരെന്താ വിചാരിക്കുക? അച്ഛൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെ തോൽപ്പിച്ചു എന്നല്ലേ? പിന്നെ അവരുടെ മനോഭാവം എന്തായിരിക്കും? ഇത് കേട്ടതും ഇങ്ങനെയൊരു വശം കൂടി ഉണ്ടെന്ന് ബാലേന്ദ്രന് ബോധ്യപ്പെട്ടു. ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി ബാലേന്ദ്രൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അലീന പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഇന്ന് ബബിതയോട് സംസാരിക്കുമ്പോൾ ഈ ഡ്രസ്സ് കൂടി അവളെ കാണിച്ചേക്കണം. എന്നിട്ട് പറയണം, സന്മനസ്സുണ്ടെങ്കിൽ നീ തന്നെ ഇത് അലീനയ്ക്ക് കൊടുക്കണമെന്ന്. എന്ന് കരുതി ഒട്ടും നിർബന്ധിക്കാൻ നിൽക്കണ്ട. അച്ഛൻ ഇത്രേ വാങ്ങിയിട്ടുള്ളൂ എന്നും അത് അച്ഛൻ തന്നെ തന്ന് സന്തോഷിപ്പിക്കാൻ നിന്നില്ലെന്നും അവൾക്ക് ബോധ്യപ്പെടുമല്ലോ. അത് മതി. ബാലേന്ദ്രൻ പെട്ടെന്ന് വണ്ടി നിർത്തി അലീനയെ തന്നെ നോക്കി നിന്നു. എന്താ അച്ഛാ, എന്തു പറ്റി? അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഓരോ കാര്യവും എത്ര സൂക്ഷ്മതയോടെയാണ് നീ വിലയിരുത്തുന്നത്. നീ ഇതൊക്കെ എവിടെന്നാ പഠിച്ചേ? അപ്പം അലീന പറയുന്നുണ്ട്, ആരും പഠിപ്പിച്ചതൊന്നല്ല അച്ഛാ, ഞങ്ങളുടെ ബ്രിജിത്ത മമ്മീനെ കണ്ടു പഠിച്ചതാ. ഞങ്ങളുടെ മമ്മി തന്നെയായിരുന്നു ഞങ്ങളുടെ സ്കൂളും യൂണിവേഴ്സിറ്റിയും എല്ലാം. മമ്മി ഒരിക്കലും ഞങ്ങളോട് ഇങ്ങനെ ജീവിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പകരം എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നു. ബ്രിജിത്ത മമ്മിയെപ്പോലൊരു മമ്മിയെ കിട്ടിയതാ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോഴേക്ക് അലീനയുടെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. ബാലേന്ദ്രൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബബിതേനെയാണ് കേട്ടോ. ബബിതയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നഖവും കടിച്ചിരിക്കുകയാണ് കേട്ടോ ഡൈനിങ് ടേബിളിൽ. രോഹിത്താണെങ്കിൽ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അച്ഛൻ അവൾക്ക് പുതിയ ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ കൊണ്ടുപോയതല്ലേ, അതാർക്കും അറിയാത്തത്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇങ്ങോട്ട് തന്നെയല്ലേ രണ്ടാളും വരുന്നത്. അവൾക്കും അച്ഛനും എപ്പോഴും ഡ്രസ്സിന് കാവലിരിക്കാനൊന്നും പറ്റില്ലല്ലോ. എൻ്റെ കത്രിക ഒടിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇത് കേട്ടതും കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്തിനാ ചേച്ചി ഇത്രയും വൈരാഗ്യം? അല്ലിന് ചേച്ചി എന്ത് ചെയ്തിട്ടാ ചേച്ചിക്ക് ഇത്ര വൈരാഗ്യം? അപ്പോൾ ബബിത പറയുന്നുണ്ട്, നീ എന്നോട് മിണ്ടരുത്. അവൾ കാരണം അച്ഛൻ തന്നെ അടിച്ചത്, അത് ഞാൻ ക്ഷമിക്കില്ല. ഇത് കേട്ടതും കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാ ചേച്ചി അടിച്ചത്? ചേച്ചി വൃത്തികേട് പറഞ്ഞിട്ടല്ലേ. ഇത് കേട്ടപ്പോഴേക്കും ബബിതയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. കൃഷ്ണേ, നീ എൻ്റെ മുന്നിൽ നിന്ന് പൊക്കോ. അത് കേട്ടതും കൃഷ്ണമോള് പറയുന്നുണ്ട്, ഓ ഞാൻ പോയേക്കാം. അല്ലേലും ചേച്ചിയോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് കൃഷ്ണമോൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനയും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ. ബബിതയാണെങ്കിൽ ആ ഇരുന്നോടത്ത് തന്നെ ഇരിക്കുകയാണ്. അലീന കാറിൽ നിന്നിറങ്ങി കുറേ സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റോർ റൂമിലോട്ട് പോയിട്ടോ. ബാലേന്ദ്രനാണെങ്കിൽ ടെക്സ്റ്റൈൽസിൻ്റെ 2 കവറും കൊണ്ട് മേലത്തെ മുറിയിലോട്ടും പോയി. ഇതെല്ലാം ബബിത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രോഹിത്ത് നമ്മുടെ അലീനയുടെ മുറിയിൽ ചെന്ന് അവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. എത്ര പരിശോധിച്ചിട്ടും പുതിയ ഡ്രസ്സൊന്നും കാണാൻ കിട്ടിയില്ല. രോഹിത്ത് വന്ന് ബബിതയോട് പറയുന്നുണ്ട്, പുതിയ ഡ്രസ്സൊന്നും വാങ്ങിയില്ലേ? അച്ഛൻ്റെ കയ്യിൽ 2 ടെക്സ്റ്റൈൽസിൻ്റെ കവർ കണ്ടു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അങ്ങനെ ആവാൻ വഴിയില്ല, നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ കാറിൻ്റെ ഡിക്കിയിൽ അങ്ങനെ ഉണ്ടാവും. വെളുപ്പിനെടുക്കാലോ, അപ്പം പിന്നെ നമ്മൾ കാണില്ലല്ലോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ താഴെ ഇറങ്ങി വന്ന് ബബിതയെ വിളിച്ചു കേട്ടോ. മുകളിലേക്ക് കയറി വാ, നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ബബിതയാണെങ്കിൽ ആകൊന്ന് പേടിച്ചുപോയി. ഇനി അലീനയെങ്ങാനും കിഷോറിൻ്റെ കാര്യം എങ്ങാനും പറഞ്ഞോ എന്നാണ് കേട്ടോ ബബിതയുടെ ഡൗട്ട്. എന്തു തന്നെയായാലും എല്ലാം നേരിടാമെന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ബബിത കയറി പോകുന്നത്. മുറിയുടെ അടുത്തെത്തിയപ്പോഴേക്കും ബാലേന്ദ്രൻ അകത്തേക്ക് വിളിച്ചു. ഇങ്ങ് കയറി വാ. വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ വിളിച്ചത്. അത് കേട്ടപ്പോഴേക്കും ബബിതയ്ക്ക് എന്തോ ഡൗട്ട് തോന്നി. ഞാൻ നിന്നെ വഴക്ക് പറയാനൊന്നും വിളിച്ചതല്ല, മോളിങ്ങ് വാ, അച്ഛൻ്റെ അടുത്തിരിക്കേ. അങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രൻ ബബിതയെ വിളിച്ചടുത്തിരുത്തുന്നുണ്ട്. ബബിതയാണെങ്കിൽ അപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ. അച്ഛൻ ഇന്ന് മോളെ അടിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാ. പിന്നെ ആലോചിച്ചപ്പോഴാ അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. എന്നിട്ട്
അലീനയ്ക്ക് വാങ്ങിച്ച ഡ്രസ്സ് ബബിതയെ കാണിക്കുന്നുണ്ട് കേട്ടോ. നീ ഇത് കണ്ടോ? അലീനയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഡ്രസ്സാ. ഇത് നീ വേണം അവൾക്ക് കൊടുക്കാനായിട്ട്. ഇത് കേട്ടതും ബബിത എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു കേട്ടോ. ഇല്ല, ഞാൻ എന്തായാലും അവൾക്കിത് പോയി കൊടുക്കില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അവൾക്ക് ജോലി ചെയ്ത് കിട്ടിയ കാശുകൊണ്ട് അവൾ മേടിച്ചിരുന്ന ഡ്രസ്സാ നീ അങ്ങ് കത്രിക കൊണ്ട് വെട്ടിക്കളഞ്ഞത്. അവൾക്കിനി മാറി എടുക്കാൻ ഡ്രസ്സൊന്നുമില്ല. അവൾ മുഷിന് ഡ്രസ്സിട്ട് നടന്ന അത് അച്ഛനല്ലേ അഭിമാനക്കേട്. എന്തുകൊണ്ടും ഞാനിത് അവൾക്ക് കൊടുക്കുന്നതിലും നല്ലത് നീ കൊടുക്കുന്നത് തന്നെയാണ്. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ നീ വേറൊരു കാര്യം പറഞ്ഞല്ലോ, എൻ്റെ മോളോട് പെരുമാറുന്ന പോലെ അല്ലാതെ ഞാൻ അലീനോട് പെരുമാറിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവളെ എവിടെ നിർത്തിയേക്കുന്നതെന്ന് ചോദിച്ചാൽ ബാലേന്ദ്രൻ മോളെ എന്ന് പറഞ്ഞ് പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ആ വിളി കേട്ടതും ബബിത അവിടെ നിൽക്കുന്നുണ്ട്. ബബിതയുടെ അടിച്ച കവളത്തൊന്നും തടവി കൊടുത്തുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അച്ഛൻ സോറി പറഞ്ഞില്ലേ മോളെ, ഇനി അച്ഛൻ അടുക്കില്ല കേട്ടോ. ഇത് കേട്ടതും ബബിതയ്ക്ക് സങ്കടം വരുന്നുണ്ട്. ബബിത താഴേക്ക് വരുന്നതും കാത്ത് രോഹിത്ത് നിൽപ്പുണ്ടായിരുന്നു. ബബിതയെ കണ്ടതും രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പറഞ്ഞത്? ഒന്നും മിണ്ടാതെ ബബിത റൂമിലേക്ക് പോയിട്ടോ. രോഹിത്തിനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. പിറ്റേ ദിവസം രാവിലെ ബബിത നേരെ അച്ഛൻ്റെ മുറിയിലോട്ടാണ് കേട്ടോ പോയത്. എന്നിട്ട് ബാലേന്ദ്രൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആ 2 കവറുകൾ എടുത്തിട്ട് താഴേക്ക് വരുന്നുണ്ട്. ബബിതയെ കണ്ടതും കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചേച്ചി കയ്യിൽ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇത് അച്ഛൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ച ഡ്രസ്സാ, നീ ഇത് അവൾക്ക് കൊടുത്തേക്ക്. അങ്ങനെ പറഞ്ഞ് ആ ഡ്രസ്സിൻ്റെ കവറ് കൃഷ്ണമോളെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ ബബിത. കൃഷ്ണമോളാണെങ്കിൽ അത് നേരെ അലീനയ്ക്ക് തന്നെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഇതാരാ തന്നത്? അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ബബിതേച്ചിയാ, അലീന ചേച്ചിക്ക് തരാൻ പറഞ്ഞു. ഇത് കേട്ടതും അലീനയ്ക്ക് സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വരാൻ പോകുന്ന എപ്പിസോഡ്. നോവലിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് കേട്ടോ സീരിയലിൽ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്